ഫ്രണ്ട് റിക്വസ്റ്റ് കണ്ടപ്പോ ആക്സെപ്റ്റ് ചെയ്തതും മെസ്സേജ് അയച്ചതും നിന്റെ കേമത്രം കണ്ടിട്ടല്ല. എന്റെ മാന്യത. കാൻഡി ക്രഷ് കളിക്കാൻ ഇൻവൈറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്. വേണ്ട, നാട്ടിൽ ഒന്ന് എൻ്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എൻ്റെ അമ്മാവൻ. ഇനി നീ ആർക്കെങ്കിലും കാൻഡി ക്രഷ് ലൈഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിശേഖരമുള്ളതായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെയുള്ളൂ. യോഗ്യത? നീലകണ്ഠന്റെ അത്രയും ലൈക്ക് വാങ്ങിക്കൂട്ടണമെങ്കിൽ നീ ഇനിയും ഒരുപാട് ഫേക്ക് ഐഡികൾ തുടങ്ങേണ്ടി വരും ശേഖര. ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട് നീലകണ്ഠനുമായി. ഇങ്ങോട്ട് വന്നതല്ല, ഓൺലൈനിൽ കാണുമ്പോൾ അങ്ങോട്ട് ഹായ് പറയുകയായിരുന്നു. ഒടുവിൽ എന്നെ അൺഫ്രണ്ട് ചെയ്തപ്പോ മൊബൈൽ റീചാർജ് ചെയ്യാൻ കാശുമായി വന്നതായിരുന്നു നിന്റെ അമ്മാവൻ. മൊബൈൽ റീചാർജിനെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടോ? നീലകണ്ഠനെ നീ ബ്ലോക്ക് ചെയ്യുന്നു. പ്രൊഫൈൽ പിക്ചറിന്റെ താഴെ കുറെ തെറി എഴുതി വെക്കാമെന്നല്ലാതെ നിന്നെ കൊണ്ടൊന്നും ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിലും നിർത്തണേ. കാൻഡി ക്രഷ് കളിക്കാൻ അറിയാത്തവന്റെ വീര്യം പറയുന്നു. ബ്ലോക്ക് ചെയ്യാനും തീരില്ല അവന്റെ മെസ്സേജുകൾ. ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ അനുഭവിക്കുന്ന നാണക്കേട്. തലപ്പന്ത് കളിക്കുന്ന മൈതാനത്തിലും അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിടുമ്പോഴും ഞാൻ വിളിച്ചിട്ട് നീ വന്നിട്ടില്ല. ഇപ്പോ കാൻഡി ക്രഷിന്റെ രൂപത്തിലും നീ എന്നെ തോൽപ്പിക്കുകയാണ്. ഇല്ല, അവന്റെ നാശം, കാൻഡി ക്രഷിന്റെ പതനം, കാട്ടിത്തനം, നീ അടക്കമുള്ള എല്ലാവർക്കും എനിക്കതൊരു വ്രതമാണ്. ഓർത്തോ?